നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം നിത്യപാപത്തെക്കുറിച്ചാണ്. നിത്യപാപം ചെയ്താൽ പെട്ടുപോകും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ, അതിലൊന്നാണ് നിത്യപാപം. വേറെ 9 പാപങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയതാണ്. ഒരു അപ്പച്ചൻ ക്യാൻസർ രോഗം, ലാസ്റ്റ് സ്റ്റേജ്, ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല, അദ്ദേഹം തിരിച്ചു വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിനും അറിയാം മരണം മുന്നിലുണ്ടെന്ന്. എന്നിട്ടും ആ വ്യക്തി സൂചിപ്പിച്ചൊരു കാര്യം എന്നെ അതിശയിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മരുന്നും അല്ലെങ്കിൽ വലിയ ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണമെന്നില്ല. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ചിരകാല അഭിലാഷം, അത് അദ്ദേഹം പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മരിക്കുമ്പോഴും ഞാൻ പൂസായിരിക്കണം. അതാണ് ഈ അപ്പച്ചൻ പറഞ്ഞത്. മരണസമയത്തും ഞാൻ പൂസായിരിക്കാം. ആ സമയത്ത് അല്ലെ അതിന് തൊട്ട് മുമ്പ് എനിക്ക് എഴുന്നേറ്റ് മദ്യമെടുത്ത് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവര് പിള്ളേരുടെ വായി മരുന്ന് ഒഴിച്ചു കൊടുക്കും പോലെ എൻ്റെ വായിലേക്ക് മദ്യം അത് ഒഴിച്ചു തരണം. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിലെത്തിയിട്ടും പാപം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചോ പാപസുഖം വെടിയുന്നതിനെക്കുറിച്ചോ സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ചോ അല്ല അപ്പച്ചൻ്റെ ചിന്ത. മരിക്കുമ്പോഴും പൂസായിരിക്കണം. ശരിക്കും ഇങ്ങനത്തെ ചിന്താഗതിയിൽ പോകുന്നതാണ് നിത്യപാപം എന്ന് പറയുന്നത്. നിത്യനാശം വരുന്നത് ആർക്കാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവസാന നിമിഷം വരെ ദൈവത്തിൽ വിശ്വസിക്കാനും രക്ഷപ്പെടാനും മാനസാന്തരപ്പെടാനും കിട്ടിയ എല്ലാ അവസരങ്ങളും ബോധപൂർവം നിഷേധിക്കുന്നതാണ് നിത്യപാപം. അങ്ങനെയുള്ളവർക്കാണ് നിത്യനാശം സംഭവിക്കുക. പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് 3 കാറ്റഗറി പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. നിത്യപാപം, മറ്റൊന്നാണ് മാരകപാപം, മറ്റൊന്നാണ് ലഘുപാപം. മാരകപാപത്തെക്കുറിച്ചും ലഘുപാപത്തെക്കുറിച്ചും നമ്മൾ വിചിന്തനം നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ 10 പാപങ്ങൾ, പരിശുദ്ധാത്മാവിനെതിരായി നമുക്ക് ചെയ്യാവുന്ന 10 പാപങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതിൽ നിത്യപാപത്തിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ ആ ഒരു മേഖല നാം വളരെ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ 10 പാപങ്ങളിൽ ഒന്നാമത്തേതാണ് നിത്യപാപം. മർക്കോസ് 3-ാം അധ്യായം അതിൻ്റെ 28-29 വചനങ്ങൾ വായിക്കുമ്പോഴാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രനെതിരായ പാപം ക്ഷമിക്കപ്പെടും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായ പാപം ഒരു കാലത്തും ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടത്തില്ല. കാരണം അവർ നിത്യപാപം ചെയ്തിരിക്കുന്നു. ഇറ്റേണൽ സിൻ, നിത്യപാപം, അത് ഒരു കാലത്തും ക്ഷമിക്കപ്പെടാത്ത ഒരു പാപമാണ്. എന്താണ് ശരിക്കും ഈ നിത്യപാപം? സഭ നമ്മെ പഠിപ്പിക്കുന്നത്, നിത്യപാപം എന്ന് പറഞ്ഞാൽ സത്യം നിഷേധിക്കലാണ്. ദൈവം സത്യമാണ്, സത്യം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കുക. സത്യം അറിയാത്തവരെ സത്യം പഠിപ്പിക്കുക, പക്ഷേ സത്യം അറിഞ്ഞിട്ടത് നിഷേധിക്കുന്നവരെ ദൈവത്തിന് പോലും സഹായിക്കാനോ രക്ഷിക്കാനോ പറ്റില്ലെന്ന്. അതാണ് നിത്യപാപം. അതുകൊണ്ട് അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യം അറിയാൻ നമുക്ക് മനസ്സിന് ഒരു തുറവിയുണ്ടാകണം, ഹൃദയം തുറന്നു വയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നിനക്ക് 1 മില്യൺ കാര്യങ്ങൾ അറിയാമെങ്കിലും അറിയില്ലാത്ത പല മില്യൺ കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് പഠിക്കാനുള്ള ഒരു തുറവി നമുക്കുണ്ടാകണം. ഇനിയും എനിക്കറിയില്ലാത്ത കാര്യങ്ങളുണ്ട്, അത് അംഗീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ള ആ ഒരു മനോഭാവവും അതിനുള്ള എളിമയും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഈ നിത്യപാപത്തിൽ വീഴാതിരിക്കാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യമാണ്, രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആത്മാവിനോട് മറുതലിക്കുന്ന പാപം. ഇത് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 51 വായിച്ചാൽ കാണാൻ പറ്റും. സ്തെഫാനോസ് പറയുന്നുണ്ട്, മർക്കടമുഷ്ടിക്കാരെ, നിങ്ങൾ എപ്പോഴും ആത്മാവിനെതിരെ മറുതലിക്കുന്നു. അവരെ മർക്കടമുഷ്ടിത്തരം ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിനെതിരെ പോലും നമ്മൾ മറുതലിക്കുന്നത്. ദൈവനിഷേധികളായിട്ടൊക്കെ നമ്മൾ മാറുന്നത്. ജ്ഞാനമുള്ളവര്, അറിവുള്ളവര് ഒരിക്കലും അത് ചെയ്യില്ലെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 3-ാമത്തെ കാര്യമാണ് ആത്മാവിനെ വഞ്ചിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അനനിയ സഫീറ ദമ്പതിമാര്, അവര് കള്ളത്തരം കാണിച്ചു. അവര് സ്ഥലം വിറ്റ് കിട്ടിയ പണത്തിൽ കുറെ മാറ്റിവെച്ചിട്ടാണ് പത്രോസിന്റെ കാൽക്കൽ കൊടുത്തത്. പത്രോസ് ചോദിച്ചു, ഇതാണോ നിങ്ങൾ വിറ്റപ്പോൾ കിട്ടിയത്? അവർ പറഞ്ഞു, അതെ. അനനിയാസ് പറഞ്ഞു, അതെ. അതിന് മറുപടിയായിട്ട് പത്രോസ് ചോദിച്ചതാണ്, ആത്മാവിനെ വഞ്ചിക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടായല്ലോ. നീ കള്ളത്തരം കാണിച്ചപ്പോൾ, ഈ കള്ളം പറഞ്ഞപ്പോൾ ആത്മാവിനെയാണ് നീ വഞ്ചിച്ചത്. അത് മാരകമായൊരു പാപമാണ്. അത് പറഞ്ഞു തീർന്നത് അനനിയാസ് വീണ് മരിക്കുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 4-ാമത്തെ കാര്യമാണ് ആത്മാവിനെ നിർവീര്യമാക്കുന്നത്. ഇത് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിർവീര്യമാക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 19-ാമത്തെ വചനം എടുക്കുമ്പോൾ, ആത്മാവിനെ നിർവീര്യമാക്കരുത്. അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനഭാഗം വായിച്ചാൽ മതി. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. ഇത് ചെയ്യാത്തവർ
ആത്മാവിനെ നിർവീര്യമാക്കുന്നു. ചിലരുടെ കാര്യം കേട്ടിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, വല്ലപ്പോഴും എങ്കിലും അവർ പ്രാർത്ഥിച്ചെങ്കിൽ, വല്ലപ്പോഴും ഒക്കെ അവർക്ക് സന്തോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ലായിരുന്നു. പറയുണ്ട്, ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മുടെ വിളി അതാണ്. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ആത്മാവ് നിർവീര്യമാകാതിരിക്കും. അടുത്തതാണ് 5-ാമത്തെ കാര്യം, ആത്മാവിനെ വേദനിപ്പിക്കുന്നത്. എഫേസ്യർ 4:30 പറഞ്ഞിരിക്കുന്നത് അതാണ്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്ര ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ദൈവമക്കളെ വേദനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് നാം വേദനിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. 6-ാമത്തേതാണ് ആത്മാവിനെ അവഗണിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇഗ്നോർ ചെയ്യാം, അവഗണിച്ചു പോകാം. 1 തെസ്സലോനിക്കർ 4-8 വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ അവഗണിക്കരുത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള ആവശ്യത്തിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ അവരെ അവഗണിക്കുന്നത് ആത്മാവിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. 7-ാമത്തെ കാര്യമാണ് മോക്ഷം കിട്ടില്ല എന്ന വിചാരം. ഇംഗ്ലീഷിൽ പറയും പ്രിസംഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി. പ്രിസംഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി എന്ന് പറഞ്ഞാൽ, ഞാൻ ഭാവിയാ, എനിക്ക് കരുണയൊന്നും കിട്ടത്തില്ല, ഞാൻ സ്വർഗത്തിൽ പോകുകയില്ല എന്ന് ചിന്തിക്കുന്നത് ആത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. കാരണം ജ്ഞാനത്തിന്റെ പുസ്തകം അതിൻ്റെ 12:13 വായിച്ചാൽ ഈ ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കരുണയിൽ വിശ്വാസം അർപ്പിക്കാത്തവരാണ് ഈ പ്രിസംഷനിലേക്ക്, അതായത് ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന ആ ഒരു ചിന്തയിലേക്ക് പോവുക. 8-ാമത്തെ കാര്യമാണ് നിരാശ, ഡിസ്പെയർ, നിരാശ. നിയമാവർത്തനം 31:6 ദൈവം നിങ്ങളെ നിരാശപ്പെടുത്തുകയോ അല്ലെങ്കിൽ പരിത്യജിക്കുകയോ ഇല്ല. ഇതാണ് വചനം പറയുണ്ട്. നാം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ നാം നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് നാം തിരിച്ചറിയാം. റോമ 5:4-5 വായിച്ചാൽ കഷ്ടത നമുക്ക് സഹനശീലം തരും, സഹനശീലം നമുക്ക് ആത്മധൈര്യം തരും, ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും, പ്രത്യാശ നിരാശരാക്കില്ല. ഈ പ്രത്യാശ ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി നമ്മൾ നേടിയെടുക്കാൻ സന്നദ്ധരാകണം. 9-ാമത്തെ കാര്യമാണ് സൽപ്രവൃത്തികൾ കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്നുള്ള മിഥ്യാ പ്രതീക്ഷ. ചിലര് ഞാനൊന്നും ചെയ്തില്ലെങ്കിലും സ്വർഗത്തിൽ പൊക്കോളും, ദൈവം കാരുണ്യവാനാണ്, അങ്ങനെ ചിന്തിച്ചു പോകുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. 1 തീമോത്തി 6:17 വചനത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഔദ്ധത്യം 2 രീതിയിലാകാം. ദൈവം ഇല്ലേലും എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതും, ഞാനൊന്നും ചെയ്തില്ലേലും ദൈവം എല്ലാം ചെയ്തോളും എന്ന് ചിന്തിക്കുന്നതും, രണ്ടും തെറ്റാണ്, ഔദ്ധത്യമാണ്. അവസാനത്തെ കാര്യമാണ് പാപം ചെയ്തിട്ട് അംഗീകരിക്കാതെയും അനുദപിക്കാതെയും ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. മഹാപാപികളാണേലും അംഗീകരിച്ച് അനുദപിച്ചാൽ കർത്താവിന് നമ്മെ രക്ഷിക്കാൻ സാധിക്കും. അത് അംഗീകരിക്കാതെ അനുദപിക്കാതിരിക്കുന്നവര് ആ നിത്യപാപത്തിൽ ചെയ്യുന്നത് പോലെ സത്യം അറിഞ്ഞിട്ട് സത്യം നിഷേധിക്കുന്നവരുടെ ഗണത്തിലേക്ക് പോകും. ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇനിയെങ്കിലും പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ചെയ്തു പോയെങ്കിൽ അതിന് മാപ്പപേക്ഷിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവനിഷേധികളുടെ മാനസാന്തരം, അതാണ് ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ, അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.